അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖല്ലേ? രാവിലെ തന്നെ നല്ല ചൂടുള്ള ഒരു ഗ്ലാസ് ഹോർലിക്സും അതുപോലെ ഈ നുറുക്കും കൂടി കഴിക്കാൻ കേട്ടോ, ഒരു ഉഷാർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളവിടെയൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നുറുക്കാണ് ഇട്ടത്. നമ്മളിവിടെ വട്ടത്തിലുള്ള നുറുക്ക് എന്ന് പറയും, പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനിതിനെപ്പോഴും വട്ടത്തിലുള്ള നുറുക്ക് എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം കൊണ്ടുവന്നായിരുന്നു, ഈവനിങ് സ്നാക്കായിട്ട് കൊണ്ടുവന്നായിരുന്നു. അതിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അതും നല്ല ചൂടുള്ള ഹോർലിക്സും കൂടി കുടിക്കാമെന്ന് കരുതി കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. വലിയ മോന് ജിമ്മിനൊക്കെ പോയി ഡയറ്റ് എടുക്കണമുണ്ട്. ഞാനിതുപോലെ ചെറുപയറോ മമ്പയറൊക്കെ രാവിലെ വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ അവന് പയറൊക്കെ കുറച്ച് കൂടുതൽ കഴിച്ചിട്ട് ദോശ ഒന്നോ അര കഷ്ണമൊക്കെ അങ്ങനെയൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ ഞാനിത് കുറച്ച് വെള്ളമില്ലാണ്ട് വറ്റിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കി ഉണ്ടായാലും കുഴപ്പമില്ല, ചോർക്കും കൂട്ടാലോ. ചെറുപയർ കറി കൊണ്ട് പല രീതിയിൽ നമ്മൾ കറി വെക്കും. തേങ്ങ അരച്ചിട്ട് വെക്കും, അതുപോലെ കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടൊക്കെ വെക്കും. ഞാനിത് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദോശ ചൂടാണ്. നമ്മളെ മലപ്പുറംകാരെ ദേശീയ ഭക്ഷണമാണ് കേട്ടോ അരിദോശ. അതൊരുവിധം വീടുകളിലൊക്കെ രാവിലെ അതുപോലെ അരിദോശ ആയിരിക്കും. അപ്പോൾ എനിക്കിന്ന് അരിദോശയും അതുപോലെ പിന്നെ ചെറുപയറുമാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ മോനും ചായയൊക്കെ കുടിച്ചിട്ട് ട്യൂഷന് പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ വെക്കേഷനാണല്ലോ, വെറുതെ ഇവിടെ ഇരുന്ന് ഫോണിലൊക്കെ കളിച്ചങ്ങനെ ഇരിക്കല്ലേ, എന്തെങ്കിലും 4 അക്ഷരം പഠിച്ചോട്ടെ എന്ന് കരുതി ട്യൂഷന് വിടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മൂച്ചിമ്മ ഉണ്ടായതാണ് കേട്ടോ. ആപ്പിൾ മാങ്ങയാണ്, ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം 2 3 എണ്ണമൊക്കെ ഉണ്ടായി, ഇപ്രാവശ്യം ഒരു 10 15 ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതിൻ്റെ ഇടയിൽ ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരി ഇലകളൊക്കെ ഒന്ന് ചുട്ടു. കാരണം ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ പാമ്പൊക്കെ വരാൻ ചാൻസ് കൂടുതൽ. എൻ്റെ വീടിന് ചുറ്റും ഞാൻ മരങ്ങളൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് മരങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വീടിന് തറട്ടെന്നേ ഞാൻ ചെറിയ മരങ്ങൾ തൈകളൊക്കെ കൊടുത്തിട്ട് അങ്ങനെ കുഴിച്ചിട്ട് ഇപ്പോൾ വലിയ മരങ്ങളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഇടയ്ക്കൊന്ന് മീൻ വാങ്ങാൻ പോയി, ഓടിപ്പോയി മീൻ വാങ്ങി. നല്ല മാന്തള മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മോനൂസിൻ്റെ ഫേവറേറ്റാണ് നല്ല മാന്തള മീൻ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള മാന്തള മീനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് വേഗത്തിൽ പൊരിച്ചെടുക്കാൻ കരുതി. ആശുമോന് പനിയുണ്ട്, അപ്പോൾ പനിയും ജലദോഷമുണ്ട്. അപ്പം ഇവിടെ ഓൾറെഡി ഉള്ള മരുന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവന് കൂടുതലാവുകയാണെങ്കിൽ അവനെ ഡോക്ടറെ കാണിക്കേണ്ടി വരും. അതുകൊണ്ട് പെട്ടെന്ന് പരിപാടി തീർക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ വേഗം ഒന്ന് മീൻ പൊരിച്ചെടുക്കട്ടെ എന്ന് കരുതി. നമ്മൾ സാധാരണ മീൻ പൊരിച്ചെടുക്കുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ ചെറുള്ളിൻ്റെ വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ല മീൻ നല്ലോണം മൊരിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് മീൻ ഇങ്ങനെ മൊരിഞ്ഞ് നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് സുർക്കയും കൂടി ചേർത്തിട്ട് കുറച്ച് അരിപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടാണ് പൊരിക്കണത്. അരിപ്പൊടി ഇട്ട് പൊരിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. കരിവേപ്പിൻ്റെ ഇല പിന്നെ നമ്മൾ പറയണ്ടല്ലോ, കറിവേപ്പിൻ്റെ ഇല എന്തെങ്കിലും ഇട്ടാലും നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് മീൻ പൊരിച്ചെടുക്കട്ടെ. കറി എന്തുണ്ടാക്കുന്ന ആലോചിച്ചിരുന്നപ്പോഴാണ് കേട്ടോ മുരിങ്ങ മരം കണ്ടത്. ഓടിപ്പോയി 2 മുരിങ്ങ പറിച്ചുകൊണ്ട് വന്നു. പരിപ്പുണ്ട്, അപ്പോൾ പരിപ്പ് മുരിങ്ങയും കൂടെ കറി വെക്കാൻ കരുതി. അതിനിടയ്ക്ക് പിന്നെ കുറച്ച് തിരുമ്മാനുണ്ട്, വാഷിംഗ് മെഷീനിൽ തിരുമ്മാനിട്ടിട്ട് അതിനിങ്ങനെ കാത്തിരിക്കാൻ കേട്ടോ. അതിലെൻ്റെ പാട്ട് കേട്ടിട്ട് കുറേ ആൾക്കാർ പറഞ്ഞു കേട്ടോ പാട്ട് ഭയങ്കര രസമുണ്ടെന്നൊക്കെ. അപ്പം ഞാൻ വെറുതെ പാടിയതാണ്, പാട്ടിനോടുള്ള കമ്പം കൊണ്ട് പാടിയതാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. മോന് ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വിശപ്പെന്ന് പറഞ്ഞാണ് ഓടി വരുന്നത്. ഞാൻ അവന് ചോറ് കൊടുക്കട്ടെ. കുറച്ച് ജോലിയോട് ബാക്കിയുണ്ട്, നമുക്ക് നാളെ കാണാം കേട്ടോ.